റെസിപ്പി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാന് ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിന് വേണ്ടി 2 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു പിടി മല്ലിയില, 2 പച്ചമുളക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം തയ്യാറായിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദപ്പൊടിൻ്റെ ദോശയാണ് കേട്ടോ ചുടേണ്ടത്. അപ്പോൾ 3/4 കപ്പ് മൈദ, ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുക. നല്ല നൈസായിട്ടുള്ള ദോശയാണ് കേട്ടോ ചുടേണ്ടത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 3-4 മുട്ട എടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നേരത്തെ ചുട്ട് വെച്ച ദോശയില്ലേ അത് ഈ മുട്ടയിൽ മുക്കി നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തുമായിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫില്ലായാൽ രണ്ടാമത്തെ ദോശ ഈ മുട്ടയിൽ മുക്കി ഇതിൻ്റെ മുകളിൽ വെക്കുക. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഫില്ലിങ് കൂടി ചേർക്കുക. അങ്ങനെ 3, 4 അങ്ങനെ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ദോശ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നേരത്തെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 4 ദോശ വരെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റത്തെ ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ മുട്ട ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ നമുക്കിത് റെഡിയായി കിട്ടാൻ വേണം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്.